അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് കടന്നു വന്ന സമയത്ത് സഹാബി ഇരുന്നിങ്ങനെ തേങ്ങി തേങ്ങി കരയുകയാണ്. അല്ലാഹു റസൂൽ ചോദിക്കണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, തലയ്ക്ക് മുകളിൽ കടമാണ് യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ സഹാബി അത് ചൊല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീടും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആ ദുആ നമുക്ക് നോക്കാം, അത് നമുക്ക് പഠിക്കണം. അതെപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടിയുള്ളത്, ഏതൊക്കെ സമയത്താണ്? കടം മനുഷ്യനെ അസ്വസ്ഥതയാക്കുന്ന ഒന്നാണ്. നമ്മൾ പലർക്കും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, വിഷമിക്കുന്നവരാണ്. എങ്ങനെയാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഷമിക്കുന്നവരുടെ കടങ്ങൾ വിടാനുള്ള ഒരു മഹത്തായ ദുആയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇത് നിങ്ങൾ നല്ല ഇഖ്ലാസോടെ ചൊല്ലണം. കാരണം ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദുആയാണ്. ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ദുആയാണ്. കടം പലർക്കും ഉണ്ടാകുന്നത് ലോണുകൾ എടുത്തിട്ടാണ്. ഒരു കച്ചവടം തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഭവനമുള്ളത് നല്ലതാക്കി എടുക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ബാങ്കിൽ കൊണ്ടു കൊടുത്തു കടമാക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കിട്ടുമ്പോൾ അടയ്ക്കാമെന്ന്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അടയ്ക്കാൻ കഴിയാതെ ആകുമ്പോൾ ലോൺ അടവ് മുടങ്ങി, പിന്നെ പലിശയായി, പിന്നെ കൂട്ടുപലിശയായി, മൊത്തത്തിൽ കടമായി. പിന്നെ അത് അടയ്ക്കാൻ ആളുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങുന്നു. പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നു. പിന്നെ ഉള്ള കിടപ്പാടം വരെ വിറ്റു വാടകയ്ക്ക് കിടക്കേണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ താമസിക്കുന്ന വീട് ബർക്കത്തുള്ളതാകണമെങ്കിൽ ഹറാമിന്റെ ഒരു തരി പോലും നമ്മളിൽ ഉണ്ടാവരുത്. ലോണുകളിൽ നിന്നും കടങ്ങളിൽ നിന്നുമെല്ലാം നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പലിശ ഹറാമാണ്, അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. പിന്നെ നമ്മളത് അല്ലാഹു എങ്ങനെ സ്വീകരിക്കും? ഏതായാലും നമ്മൾ പെട്ടുപോയി, ഈ ലോണിൽ നമ്മൾ പെട്ടുപോയി റബ്ബേ. ഇനി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചവനെ ഞാൻ ഇതിലേക്ക് കടക്കുകയില്ല അല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ. എനിക്ക് പറ്റിയ കടത്തിൽ നിന്നെല്ലാം നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക. അതുപോലെ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ധാരാളം ദിക്ർ നിങ്ങൾ ചൊല്ലുക. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സഹാബി അവിടെ ഇരുന്നു കൊണ്ട് തെങ്ങി പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയുടെ അടുക്കൽ പോയി കാര്യം തിരക്കുകയാണ്. കാരണം ആ സഹാബിമാർക്ക് പ്രതിസന്ധി വന്നാലും അവർ ഓടി വരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലാണ്. ആ സഹാബി കരയുന്നത് കണ്ടപ്പോൾ മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് പോയി ചോദിച്ചു, എന്തിനാണ് സഹാബ അങ്ങ് കരയുന്നത്, എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറയുകയാണ്, പൊന്നാര നബിയേ, ഞാൻ കടത്തിൽ പെട്ടുപോയി യാ റസൂലല്ലാഹ്, തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. അതെനിക്കും എന്റെ കുടുംബത്തിന് വലിയ വേദനയാണ്. ഈ കടത്തിൽ നിന്ന് അല്ലാഹു എന്നെ രക്ഷപ്പെടുത്താൻ നബിയെ ദുആ ചെയ്യണേ. ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമല്ലോ എന്നോർത്ത് ആ സഹാബി പൊട്ടിക്കരയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ ദുആ പഠിപ്പിച്ചു തന്നത് ഹബീബായ നബിയാണ്. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. നമ്മുടെ മുത്തായ നബി തങ്ങൾ പഠിപ്പിച്ചിരുന്ന ഈ ദുആ കടക്കെണിയിൽ അകപ്പെട്ടു പോയവരെ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ സഹാബ, ഈ ദുആ രാവിലെയും വൈകിട്ടും നിങ്ങൾ ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ഈ ദുആ ചൊല്ലുക. ഈ ദുആ നിങ്ങൾ പറയുക. എത്ര മര പോലെയുള്ള കടവും അല്ലാഹു വീട്ടി തരുന്നതാണ്. ആ ദുആ ഏതാണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال.
എന്ന ഈ മഹത്തായ ദിക്ർ, ഈ സഹാബിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ഈ സഹാബി രാവിലെയും വൈകുന്നേരവും ഇത് പതിവാക്കിയതിന് ശേഷം ഒരു സന്ദർഭത്തിൽ മുത്തുനബിയെ ആ സഹാബി കാണാനിടയായി. ഈ അവസരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലയോ പൊന്നാര നബിയെ, ഞാൻ ഇത് ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം മല പോലെ ഉണ്ടായിരുന്ന എന്റെ കടങ്ങൾ അത് മഞ്ഞ് പോലെ അത് മുഴുവനും തീർന്നു പോയി യാ റസൂലല്ലാഹ്. ഞാൻ അറിയാതെ കുറഞ്ഞു അത് മുഴുവനും തീർന്നു പോയി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ആ സന്തോഷം പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ രാവിലെയും വൈകിട്ടും ഈ മഹത്തായ ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരുന്നതാണ്. പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെ താനൊരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا رب ارحمهما كما ربونا صغارا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ادفع عنا البلاء والوباء والقحط والأمراض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا الله. ഈ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങളൊക്കെ വീണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങൾ തുടങ്ങുന്ന കച്ചവടങ്ങളിൽ, ഞങ്ങൾ തുടങ്ങുന്ന എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അസൂയത്തൊട്ട് മരണക്കാരുടെ മരണത്തിൽ നിന്നും കൊടുത്തൽക്കാരുടെ കൊടുത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും കള്ളന്മാരുടെ ശർറുകളിൽ നിന്നും ചതിയന്മാരുടെ ചതികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരെയും കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹുവേ. വിദേശ രാജ്യത്തേക്ക് ദീർഘ സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം മേഖലകളിലും നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ രോഗം ശിഫയാക്കണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാ മുഅ്മിനീങ്ങളെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടിനും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم صل وسلم وبارك عليه.